ഹായ് എവറി വൺ. അപ്പോൾ നമ്മൾ നമ്മുടെ മൊഡ്യൂൾ 4-ൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ടാണ് കിടക്കുന്നത്. കോമ്പീറ്റൻസീസ് എന്താണെന്നുള്ള കോമ്പീറ്റൻസീസിൻ്റെ സെക്ഷനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡയറക്റ്റ് മെത്തേഡ്സ്, മോട്ടിവേഷൻ ഇൻ്റർവ്യൂ എന്താണ്, ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എന്താണ്, ഗ്രീഫ് ഇൻ്റർവെൻഷൻ എന്താണ്, ബ്രിയൂമൻ കൗൺസിലിംഗ് എന്താണ്, റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, കേസ് റെക്കോർഡിംഗ് എന്താണ്. ഇത്രയാണ് ഈ പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് കോമ്പീറ്റൻസീസ്. എന്താണ് കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്? കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത് വാട്ട് എ സോഷ്യൽ വർക്കർ ഷുഡ് നോ ആൻഡ് വാട്ട് എ സോഷ്യൽ വർക്കർ ഷുഡ് ബി ഏബിൾ ടു ഡു ഇൻ പ്രാക്ടീസ്. എന്തൊക്കെ കാര്യങ്ങൾ ഒരു സോഷ്യൽ വർക്കറിന് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ഒരു സോഷ്യൽ വർക്കർ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിൽ ചെയ്യണം, ഇതാണ് കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കോമ്പീറ്റൻസീസിനെ നമുക്കറിയാവുന്ന നമ്മുടെ നോളജ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ എബിലിറ്റീസ്, ഇതൊക്കെ ആയിട്ട് പറയാം. എങ്ങനെയാണോ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന നോളജിനെയും സ്കില്ലിനെയും വാല്യൂസിനെയും എബിലിറ്റീസിനെയും ഒക്കെ നമുക്ക് എന്തായിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും, കോമ്പീറ്റൻസീസ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി ഈ പറയുന്ന കോമ്പീറ്റൻസീസ് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന് ഡെവലപ്പ് ആകുന്നതെന്ന് വെച്ചാൽ ബൈ ഹിസ് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ വഴി, ഫീൽഡ് വർക്ക് വഴി, പ്രാക്ടീസ് എക്സ്പീരിയൻസ് വഴി, അതേപോലെ തന്നെ മൊറോവർ ഒന്നുകൂടെയുണ്ട് എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വഴിയായിരിക്കും ഒരു സോഷ്യൽ വർക്കർ അവരുടെ കോമ്പീറ്റൻസീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഡെവലപ്പ് ചെയ്ത കോമ്പീറ്റൻസീസ് ആയിരിക്കും നമ്മളൊരു പ്രൊഫഷണൽ റോളിൽ എത്തുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കോമ്പീറ്റൻസീസ് നമുക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പീറ്റൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽപ്പിംഗ് സ്കിൽസ് ആണ്. രണ്ടാമത്തത് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്സ്, കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കൗൺസിലിംഗ്, ഇതൊക്കെ യൂസ് ചെയ്യണം. മൂന്നാമത്തത് അസസ്മെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടാകണം. ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, ക്രൈസിസ് ഇൻ്റർവെൻഷനും അതേപോലെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കാനായിട്ട് സാധിക്കണം. ദെൻ മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് സ്കിൽസ്, അതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. പ്രൊഫഷണലായിട്ട് ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മളെപ്പോഴും റിപ്പോർട്ട് എഴുതുന്നത് നമ്മളെ കോമ്പീറ്റൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ് ഈ കേസ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി എത്തിക്കൽ ആൻഡ് വാല്യൂ ബേസ്ഡ് പ്രാക്ടീസ്. എത്തിക്കലായിരിക്കണം, അത് കണക്ക് തന്നെ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് നോക്കാം ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്സ് നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും പ്രൈമറി മെത്തേഡ്, സെക്കൻഡറി മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ പ്രൈമറി മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ ഡയറക്റ്റ്ലി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഹിയർ ഓൾസോ ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പം നമ്മുടെ പ്രൊഫഷണൽ അപ്രോച്ചിൽ സോഷ്യൽ വർക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ആകട്ടെ, ഫാമിലി ആകട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആവട്ടെ, അവരുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഇതിൻ്റെ പ്രൈമറി എയിം തന്നെ എന്തായിരിക്കും, ആൾക്കാരെ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ കോപ്പിംഗ് എബിലിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്ത് അവരുടെ സോഷ്യൽ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് മെത്തേഡിലൂടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡയറക്റ്റ് മെത്തേഡിലൂടെ, അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് ഹെൽപ്പിംഗ് റിലേഷൻഷിപ്സിലായിരിക്കും ഈ പറയുന്ന ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഫങ്ഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വൺ അതിൽ നോക്കാം. മെയിനായിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ്സിൽ നമ്മൾ ഒരു 3 എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 4 എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കേസ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു 1-to-1 പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ആണ്. ആരൊക്കെയായിരിക്കും? സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു 1-to-1 പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലീൻ്റെ പേഴ്സണൽ ആവട്ടെ, സോഷ്യൽ ആകട്ടെ, ഇമോഷണൽ ആകട്ടെ, അല്ലെങ്കിൽ ആളുടെ എക്കണോമിക് പ്രോബ്ലംസ് ആവട്ടെ, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി ഇൻഡിവിജ്വലിനെയോ ഫാമിലിനെയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ കേസ് വർക്ക് ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെൻറ്റ് ഓഫ് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ. ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെൻറ്റ് ഉണ്ടാകും. അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയൻറ്റ്സ് പേഴ്സണാലിറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് റിസോഴ്സസ്. ക്ലയൻറ്റിൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, ക്ലയൻറ്റിൻ്റെ ചുറ്റുപാട് എന്താണ്, റിസോഴ്സുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് റെഫറൽ സർവീസുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എംഫസൈസ് ഓൺ ഇംപ്രൂവിങ് സോഷ്യൽ ഫങ്ഷനിങ് ആൻഡ് സെൽഫ് റിലയൻഡ് ആകാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ആളുടെ സോഷ്യൽ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത്.
സോ സെക്കൻഡ് വൺ ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഇൻട്രാക്ഷനെ ഒരു മീഡിയം ഫോർ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, ഒരു ചേഞ്ചിൻ്റെ ഒരു മാറ്റത്തിൻ്റെ മീഡിയമായി ഗ്രൂപ്പ് ഇൻട്രാക്ഷനെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ദ സോഷ്യൽ വർക്കർ ഫെസിലിറ്റേറ്റ്സ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ടു ഹെൽപ്പ് മെമ്പേഴ്സ് ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കളക്റ്റീവ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്ത് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ അവരുടെ സോഷ്യൽ സ്കിൽ ഇമ്പ്രൂവ് ആകാൻ, അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് ഇമ്പ്രൂവ് ആവാൻ, അതാണ് തന്നെ കളക്റ്റീവായിട്ട് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കുകൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, സ്മോൾ ഗ്രൂപ്പ്സ് ഫോം ഫോർ കോമൺ നീഡ്സ് ഓർ ഗോൾസ്, ചെറിയ നീഡ്സ് അല്ലെങ്കിൽ ഗോൾസ് വെച്ചിട്ട് ചെറിയ ഗ്രൂപ്പുകളെ ഫോം ചെയ്യുന്നു. ലേണിംഗ് ത്രൂ ഇൻട്രാക്ഷൻ ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ്, ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് വഴിയും അതേപോലെ തന്നെ ഇൻട്രാക്ഷൻ വഴിയും കാര്യങ്ങൾ പഠിക്കുന്നു. പ്രൊമോഷൻ ഓഫ് കോപ്പറേഷൻ, ലീഡർഷിപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്, എന്ത് ചെയ്യും, ഒരു സഹകരണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരാൻ, മ്യൂച്വൽ എയ്ഡിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള പ്രൊമോഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, ചിൽഡ്രൻസിനാകട്ടെ, അഡോളസൻസിനാകട്ടെ, വുമൺസ്, എൽഡർലി ആൻഡ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ്, ഇവർക്ക് എല്ലാവർക്കും നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് പ്രോസസ്സാണ്. അതായത് ഒരു സോഷ്യൽ വർക്കർ എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു ഇൻഡിവിജ്വൽസിനെ എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ, അവരുടെ തോട്ട്സ്, അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പിംഗ് പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റാപ്പോ എപ്പോഴും എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. ഹെൽപ്പിംഗ് ക്ലയൻറ്റ്സ് ക്ലാരിഫൈ പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, ക്ലയൻറ്റ്സിനെ അവരുടെ പ്രോബ്ലംസ് ക്ലാരിഫൈ ചെയ്യാനും ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇമോഷണൽ സപ്പോർട്ട് യൂസ്, സ്ട്രെസ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി ഫാമിലി ഇഷ്യൂസ് ഉള്ളവർക്ക്, മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് ഉള്ളവർക്ക്, അഡിക്ഷൻ ഉള്ളവർക്ക്, അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളവർക്ക്, ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ പറയുന്ന കൗൺസിലിംഗ് സർവീസുകൾ കൊടുക്കുന്നത്. നാലാമത്തേതാണ് ഡയറക്റ്റ് മെത്തേഡിൽ നാലാമത്തേതാണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ക്രൈസിസ് ഇൻ്റർവെൻഷൻ, ഒരു ക്രൈസിസ് ഉണ്ടാവുക എന്ന് പറയുക, ഒരു പ്രശ്നം ഉണ്ടാവുക, സഡനായിട്ടൊരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുകയാണെന്ന് വെച്ചോ, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു നോർമൽ ലെവലിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുവാണെങ്കിൽ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് മെത്തേഡാണ്. അതൊരു ഇൻഡിവിജ്വൽ ആകട്ടെ ഫാമിലി ആകട്ടെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. സഡൻ ആയിട്ടുള്ള ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് ടൈം ഇമ്മീഡിയറ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. കൂടുതലും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് റിലീഫ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. ക്ലയൻറ്റിനെ അവരുടെ ഇമോഷണൽ ബാലൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ ഒരു ലോങ് ടേം സൈക്കോളജിക്കൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കോമൺ കേസസ് ഓഫ് ഇത് എവിടെയാണ് കൂടുതലായിട്ടും കോമൺ ഏതൊക്കെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ട്രോമാസിൻ്റെ കേസിൽ, ആക്സിഡൻസിൻ്റെ കേസിൽ, ഗ്രീഫിൻ്റെ കേസിൽ, അബ്യൂസ്, സൂയിസൈഡ്, റിസ്ക്, ഡിസാസ്റ്റർ, ഇവിടെ ഒക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.